അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്നയിലുള്ള ഒരു ദിക്ർ പരിചയപ്പെടുത്തി തരാം. അള്ളാഹുവിൻ്റെ നാമമായ ഈ ഒരു ദിക്ർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ, നമ്മുടെ കൂടെ കൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കിട്ടും. നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാം. അള്ളാഹുവിൻ്റെ നാമമാണല്ലോ ഈ ഒരു അസ്മാഉൽ ഹുസ്ന. നമ്മൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിൽ പലർക്കും പല പ്രയാസങ്ങളുള്ളവരുണ്ടാവും. നമ്മളിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവരുണ്ടാവും, സാലറി കുറഞ്ഞിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും, കടമുണ്ടായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും, മക്കളില്ലാണ്ടായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം പ്രയാസപ്പെടുന്നവരുണ്ടാവും, വീട് വിൽക്കാനിട്ടിട്ട് അത് വിൽക്കാനാവാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവും. എന്തുമാവട്ടെ, നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അമല് ചെയ്തിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. നമുക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം തരുകയും ചെയ്യും. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. ഞാൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. അല്ലാതെ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഒരാഗ്രഹം നിങ്ങൾക്ക് മനസ്സിൽ പൂർത്തീകരിക്കാനായിട്ട് മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വുളുവോട് കൂടിയിട്ട് കിബിലക്ക് മുന്നിട്ടിട്ട് നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ആ ഒരു നിൽപ്പിൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിച്ച ശേഷം നിങ്ങൾ ദുആ ചെയ്യുക. എൻ്റെ ഇന്നാലിന്ന ആഗ്രഹം നീ സാധിപ്പിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ടൊരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ 113 തവണ യാ ബാക്കി യാ അല്ലാ എന്ന ഉള്ള അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ ഒരു നാമം നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് പടച്ച റബ്ബിനോട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നമ്മുടെ ആവശ്യം നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഉടനടി നടന്നില്ലെങ്കിലും അള്ളാഹു നമുക്ക് അതിൻ്റെ ഹൈറായ സമയത്ത് അതിലും ഭംഗിയായിട്ട് അള്ളാഹു നമുക്ക് നടത്തി തരും. അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനും കഴിയും. ഈ യാ ബാക്കി യാ അല്ലാ എന്ന അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ ഒരു നാമം ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് 113 വട്ടം ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. നിങ്ങളോട് ദേഷ്യമുള്ളവരൊക്കെ മിത്രമായി തീരും. അസ്മാഉൽ ഹുസ്നയിലുള്ള ദിക്ർ ചൊല്ലി ആവശ്യങ്ങൾ പറയുന്നവർ അസ്മാഉൽ ഹുസ്ന പതിവാക്കാൻ വേണ്ടിയും ശ്രമിക്കണം. എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.